യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ടിവിയിലേക്ക് സ്വാഗതം. സങ്കീർത്തനങ്ങൾ 68 അധ്യായം 19 വാക്യം ഇന്നത്തെ വചനധ്യാനത്തിനായി നമുക്ക് വായിക്കാം. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ദാവീദ് യഹോവയുടെ പെട്ടകത്തെ യെരുശലേമിലേക്ക് കൊണ്ടുവരുമ്പോൾ ചൊല്ലിയതായ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിന്റെ ഈ 19 വാക്യത്തിൽ നമ്മൾ വായിച്ചു, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ബ്ലെസ്സഡ് ബി ദ ലോർഡ് ഹു ഡെയിലി ലോഡ്സ് അസ് വിത്ത് ബെനഫിറ്റ്സ്. അതായത് ഓരോ ദിവസവും നമുക്ക് നന്മകളാൽ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്ന നമ്മുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മലയാളത്തിലും ഇംഗ്ലീഷിലും അർത്ഥവ്യത്യാസമുണ്ട്, പക്ഷേ ഈ രണ്ട് വാക്യങ്ങളും വളരെ ശ്രദ്ധേയമാണ്. മലയാളത്തിൽ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് നന്മകളാൽ നമ്മെ നിറയ്ക്കുന്നവനായ ദൈവം, ഉപകാരങ്ങളാൽ നമ്മെ നിറയ്ക്കുന്നവനായ ദൈവം. ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രസ്താവ്യമാണ്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഉപകാരങ്ങൾ, നന്മകൾ നമ്മുടെ ഭാരങ്ങളെ ലഘൂകരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവൻ നമ്മുടെ ഭാരങ്ങളെ വഹിക്കുമ്പോൾ ഭാരമില്ലാതെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതല്ല, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ അതിന് നടുവിൽ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ നമ്മളുടെ വേദനകളെ, ബുദ്ധിമുട്ടുകളെ മറക്കുവാൻ, അതിനെ സഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. അതെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും ദൈവം അനുഗ്രഹിക്കാതെ വിടുകയില്ല. അതെ, ഈ ദിവസം നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ദൈവം നിറയ്ക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. ഓരോ ദിവസവും ഞങ്ങൾക്ക് വേണ്ടതായ അനുഗ്രഹങ്ങൾ, നന്മകൾ, ഞങ്ങളുടെ ഭാരങ്ങളെ അങ്ങ് വഹിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ ദിവസം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരിലേക്ക് നിൻ്റെ കരം നീട്ടുകയും അവരെ അനുഗ്രഹിക്കുകയും അവരുടെ ജീവിതത്തിൽ ദൈവിക നന്മകളാൽ അവർ നിറയപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.